സോ നെക്സ്റ്റ് കുടവ ഇസ് എ പോയം ബൈ അശോകൻ മറയൂർ എന്നുള്ള വ്യക്തിയാണ് കുടവ എന്നുള്ളൊരു പോയം എഴുതിയത്. സോ ഇതിൽ അവർ പറയുന്നത് ഒരു ട്രൈബൽ വുമൺ അല്ലെങ്കിൽ ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന യാതനകൾ, എസ്പെഷ്യലി വുമൺ, ഓക്കെ, എസ്പെഷ്യലി ദളിത് വുമൺ. ഈ ദളിത് വുമൺ, ട്രൈബൽ വുമൺ, ഇവരൊക്കെ നേരിടുന്ന ചില ഓപ്പറേഷൻസ്, അതായത് സൊസൈറ്റിയിൽ നേരിടുന്ന കാസ്റ്റ് ഹൈറാർക്കി മൂലം അപ്പർ കാസ്റ്റ് എങ്ങനെയാണ് ട്രൈബൽ വുമണിനെ, ദളിത് വുമണിനെ തരം താഴ്ത്തി കാണുന്നത്, സപ്രസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ഒരു കാസ്റ്റ് ഹൈറാർക്കി തന്നെയാണ്. നമുക്കറിയാം ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യ, ശുദ്ര, അങ്ങനെയുള്ള ഒരുപാട് അൺടച്ചബിൾസ്, ഇങ്ങനെയുള്ള ഒരു കാസ്റ്റ് ഹൈറാർക്കി നിലവിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പർ കാസ്റ്റിന് മാത്രമായിരുന്നു ടെമ്പിൾ എൻട്രി എന്ന് പറഞ്ഞ് ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ, ആരാധനാലയങ്ങളിലേക്ക് പോകാൻ ഒക്കെ അനുവാദം ഉണ്ടായിരുന്നു. ലോവർ കാസ്റ്റിന് ശരീരം മറക്കാൻ, സ്വന്തം ശരീരം മറക്കാൻ പോലും ഉള്ള ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഹനിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഒരുപാട് മൂവ്മെൻറ്റ്സ് വന്നത് മൂലമാണ് ശരിക്കും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങളൊക്കെ ശരിക്കും എന്ത് ചെയ്തത്, നിരോധിക്കപ്പെട്ടത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ വിമർശിക്കുന്നത്. അതായത് കുടവ എന്ന് പറയുന്നത് ഒരു ക്ലോത്ത്, അതായത് ഒരു സാരി, ഓക്കെ, ഈ ഒരു സാരി ഒരു ട്രൈബൽ വുമണിന് പൊങ്കൽ ഫെസ്റ്റിവലിന് കിട്ടിയതാണ്, ഓക്കെ, ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. പക്ഷെ അതിനെ തന്നെ ഒരു സിമ്പിൾ ഓഫ് ഒപ്രഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. അതായത് ഈ ഒരു സിംഗിൾ ക്ലോത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ, ഓക്കെ, സിംഗിൾ ക്ലോത്ത് കൊണ്ട് ഒരു മൾട്ടിപ്പിൾ ഫങ്ഷൻസ്, അതായത് ഈ ഒരു സിംഗിൾ ക്ലോത്ത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നു. മീൻസ് അവർക്ക് വേറെ പിന്നെ എന്തില്ല, വേറെ സൗകര്യങ്ങളില്ല, ഫെസിലിറ്റീസ് ഇല്ല. അവരെ ഗാർമെൻ്റ് ആയിട്ട് അത് ഉപയോഗിക്കുന്നു. അതായത് നെയ്ക്കഡ്നെസ് മറക്കാൻ വേണ്ടി ഈ സാരി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ബാസ്ക്കറ്റായിട്ട് ഇത് ഉപയോഗിക്കുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ പെറുക്കിയിടാൻ, ഓക്കെ, ചാമ്പയ്ക്കയോ ജാതിക്കയോ ഒക്കെ പെറുക്കിയിടാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പെറുക്കിയിടാനുള്ള ഒരു ശേഖരണ വസ്തുവായിട്ട്, ബാസ്ക്കറ്റായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഈ ഒരു സാരി തന്നെ ഉപയോഗിക്കുന്നു ഒരു സ്റ്റോറിങ് തിങ് ആയിട്ട്. അതുപോലെ തന്നെ ബെഡ്ഷീറ്റായിട്ട്, ഉറങ്ങുമ്പോൾ ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കുന്നു, ബ്ലാങ്കറ്റായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ക്രാഡിലായിട്ട് ഉപയോഗിക്കുന്നു. മീൻസ് കുട്ടീനെ ഉറക്കാൻ, ഓക്കെ, കുട്ടിയെ ഉറക്കാൻ, ചിൽഡ്രനെ ഉറക്കാനുള്ള ക്രാഡിലായിട്ട് ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷനായിട്ടും, അതായത് വൈൽഡ് ആനിമൽസും അതുപോലെ തന്നെ ചെറിയ ആനിമൽസൊക്കെ വന്നാൽ, ഓക്കെ, അതിനെ ഷൂ അവേ ചെയ്യാൻ അല്ലെങ്കിൽ ആട്ടി ഓടിക്കാനും എന്തുപയോഗിക്കുന്നു, ഈ ഒരു സാരി തന്നെ ഉപയോഗിക്കുന്നു. സെക്ഷൽ അബ്യൂസിൻ്റെ ഒരു സിമ്പിളായിട്ടും ശരിക്കും സാരി, ഓക്കെ, അപ്പർ കാസ്റ്റ് പലപ്പോഴും എന്ത് ചെയ്യും, സെക്ഷുവലായിട്ട് അഡ്വാൻസ് ചെയ്യുക അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറാം, അനുവാദമില്ലാതെ കയറി ചെല്ലുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടും സാരി ഉപയോഗിക്കുന്നു. സോ അവർ അവസാനം തൻ്റെ ജീവിതം അവസാനിക്കുന്ന ഒരു ന്യൂസായിട്ട്, ഒരു കയറായിട്ടും ഈ സാരി ഉപയോഗിക്കുന്നു എന്നുള്ളത് അവർ പറയുന്നു. സോ ഇതിൽ പറയുന്നത് എക്സ്ട്രീം പോവർട്ടി ഓഫ് ട്രൈബൽ പീപ്പിൾ, എസ്പെഷ്യലി ട്രൈബൽ വുമൺ, ഓക്കെ, എസ്പെഷ്യലി ദളിത് പീപ്പിൾ, അവർ നേരിടുന്ന ഹങ്കറുകൾ, അവർ നേരിടുന്ന, അതായത് ഒരിക്കലും സൊല്യൂഷൻസ് കണ്ടെത്താനാവാതെ, ഇത്രയൊക്കെ പിടിച്ചു നിന്നിട്ടും സൊല്യൂഷൻസ് കണ്ടെത്താനാവാതെ പൊരുതി ജീവിച്ചുകൊണ്ട് അവസാനം വിധിക്ക് മുന്നിലേക്ക് കീഴടങ്ങുന്ന ചില അവസ്ഥാവിശേഷങ്ങളിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങൾ അവർ പറയുന്നു. നേരത്തെ പറഞ്ഞ ഇത് ഒന്നുകൂടി അഡീഷണൽ ആയിട്ട്, അതായത് ഫിഷസിനെ പിടിക്കാനും ക്രാബ്സിനെ പിടിക്കാനും ഒക്കെ ഈ ഒരു സാരി ഉപയോഗിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒപ്രഷൻ, ഇതിന് നമ്മൾ ട്രിപ്പിൾ ഒപ്രഷൻ അല്ലെങ്കിൽ ഡബിൾ ഒപ്രഷൻ എന്നൊക്കെ പറയും. അതായത് ട്രൈബൽ പീപ്പിളാണ്, ഓക്കെ, ഓൾറെഡി അവർ സപ്രസ്ഡ് ആണ്, സമൂഹം അവരെ മാനിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. മീൻസ് നെക്സ്റ്റ് 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 ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്ന ഒരു സ്റ്റേറ്റസ് ഓഫ് വുമൺ, ഓക്കെ, ഒരു സ്ത്രീ എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, സൊസൈറ്റിയിൽ അവർക്കുണ്ടായിരുന്ന ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ലോ ആയിരുന്നു. സോ ഓൾറെഡി ഒരു ട്രൈബലാണ്, അതുപോലെ തന്നെ വുമണാണ്, ദളിതാണെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ട്രിപ്പിൾ ഓപ്പറേഷൻ അവർ നേരിടുകയാണ്. സോ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റസ് ഓഫ് സാരി എന്ന് പറയുന്നത്, ഈ ഒരു സാരി തന്നെ, ഒരേ വസ്ത്രം തന്നെ നമ്മൾ തന്നെ എടുക്കുകയാണെങ്കിൽ, അല്ലെ, വെയർ ചെയ്യുകയാണെങ്കിൽ അതിന് കേടുപാടുകൾ ഉണ്ടാവും. ഓൾവേസ് നമ്മൾ യൂസ് ചെയ്താൽ അതിനൊരുപാട് സ്റ്റിച്ചസ് ചെയ്യേണ്ടി വരും, പാച്ച് വർക്കുകൾ ചെയ്യേണ്ടി വരും. സോ അവരെന്ത് ചെയ്യും, അത് ഒരുപാട് പഴകിയിട്ടുണ്ടെങ്കിലും വോൺ ഔട്ട് ആയിട്ടുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, മെൻഡ് ചെയ്യും, തുന്നിച്ചേർക്കും. അതുപോലെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ സാരി തുന്നിച്ചേർക്കുന്നത് പോലെ, പാച്ചായിട്ടുള്ള ഇടങ്ങളിൽ സാരി തുന്നിച്ചേർക്കുന്നത് പോലെ, അത് ഒരു എന്താണ്, ഒരു ഏച്ചു കൂട്ടുന്നത് പോലെയാണ് അവരുടെ ജീവിതവും അതുപോലെയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ റെസീലിയൻസ് അല്ലെങ്കിൽ അവരുടെ കറേജ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി, അതായത് പ്രതികൂലാവസ്ഥയിൽ അവർ പിടിച്ചു നിന്നു എന്നുള്ളത്. പിന്നെ ഇതിൽ ഈ അശോകൻ മറയൂർ എന്നുള്ള വ്യക്തി അവരുടെ പോയിൻസിൽ മുതുവൻ ഡയലക്റ്റ് ഉപയോഗിക്കാറുണ്ട്.
അതായത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുതുവൻ ഡയലക്റ്റ് ഉപയോഗിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, അതായത് എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹം വില കൽപ്പിക്കാത്ത ഈ ഡയലക്റ്റുകൾ, ലോവർ കാസ്റ്റിൻ്റെ ഡയലക്റ്റ് ആണെന്ന് കുത്തപ്പെടുന്ന ഡയലക്റ്റുകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ മാനിക്കപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നതിലൂടെ, റീഡേഴ്സ് വായിക്കുന്നത്, അതിനൊരു ഒരു ഒരു എന്ത് വരുന്നു, ഒരു ഡിഗ്നിറ്റി വരുന്നു. സോ അതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു അറൗസലാണ് ശരിക്കും, അറൗസൽ ഓഫ് ഡിസ് arousal of a language which seemed to be extinct from the യൂണിവേഴ്സ്. ഓക്കെ, അങ്ങനെ അതിനൊന്ന് ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള ഒരു ലക്ഷ്യമാണ് മുതുവൻ ഡയലക്റ്റ് ഉപയോഗിക്കുന്നത് അവർ ചെയ്യുന്നത്. സോ ആ ഒരു സാരി, ഓക്കെ, നേരത്തെ നമ്മൾ സാരി കുറിച്ച് പറഞ്ഞു, ആ സാരി അവർക്ക് ജീവൻ, ഓക്കെ, ജീവൻ്റെ ജീവനായിരുന്നു. പക്ഷേ അത് തന്നെ അവരുടെ ജീവൻ എടുക്കുകയാണ്. മീൻസ് അവർക്ക് ഒരിക്കലും പൊരുതി നിൽക്കാനുള്ള ഒരു സാഹചര്യം, ഓക്കെ, സാഹചര്യം ഇവിടെ ഇല്ലാതെ പോവുകയാണ്. അവർ തന്നെ ആ ഒരു അതൊരു ന്യൂസായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവസാനം സൂയിസൈഡ് ചെയ്യുക ട്രൈബൽ വുമൺ. സോ അത്തരത്തിലുള്ള ട്രൈബൽ വുമൻ്റെ ചില അവസ്ഥകളാണ്, പരിതാപകരമായിട്ടുള്ള അവസ്ഥകളാണ്. അതായത് സമൂഹം വില കൽപ്പിക്കാത്ത, മാനിക്കാത്ത ആ ഒരു അവസ്ഥാവിശേഷത്തെ ക്രിട്ടിസൈസ് ചെയ്യാണ് ഈ ഒരു പോയത്തിലൂടെ. അവരുടെ എക്സ്ട്രീം ഹ്യൂമർ, എക്സ്ട്രീം പോവർട്ടി, ഇതൊക്കെ ഇതിൽ വിഷയമായിട്ട് വരുന്നു. സോ അസേഷൻ ഓഫ് എ ഡിനൈഡ് ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ ക്രിട്ടീക്ക് ഓഫ് കാസ്റ്റ് ബേസ്ഡ് സോഷ്യൽ ഹൈറാർക്കി, ഇതൊക്കെയാണ് ശരിക്കും ഈ ഒരു പോയത്തിൽ തീംസായിട്ട് വരുന്നത്. സോ താങ്ക് യു.